ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൊറോട്ട അപ്പം പേക്കാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് എൻ്റെ ചാനൽ കയറി നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സൊറോട്ട ഇത് ഞാൻ ബാംഗ്ലൂർ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ പേക്കിംഗ് ആക്കുന്നതാണ്. അപ്പോൾ മറ്റ് വീഡിയോസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ ഇത് ഷോർട്ട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പാക്കാക്കിയിട്ട് ഷോപ്പിലാണെങ്കിലും ഹോട്ടലിലാണെങ്കിലും കൊടുത്തു വിടാം. നല്ലൊരു ഏണിങ്സ് വെറുതെ ഇരിക്കുന്നവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇതിട്ടിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണട്ടെ. ഇതിപ്പോൾ ഞാൻ 1 കിലോ വരെയാണ് സൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ ആണ് നിങ്ങൾക്ക് കൊടുത്തു വിടാനുള്ളത്. അപ്പോൾ ഒരു 5 തരം അപ്പം ഉണ്ട്. അപ്പോൾ എല്ലാ അപ്പം കൊടുത്തു വിടുന്നതെന്ന് വെച്ച് ഈ സൊറോട്ടും കൂടി ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷോർട്സ് ആക്കിയിടാന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഈ സൊറോട്ട ഉണ്ടാക്കുന്നതിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ചാനൽ കയറി നിങ്ങൾക്ക് കാണട്ടെ. ഇത് മൈദയിലാണ് ഉണ്ടാക്കുന്നുള്ളത്. മൈദയിൽ വെറും വെള്ളം കൂട്ടിയിട്ട് മാത്രമാണ് കുഴച്ച്, ഉപ്പും വെള്ളം മാത്രം കൂട്ടിയിട്ട് കുഴച്ചെടുത്തിട്ട് നല്ല പങ്ങളെ പരത്തിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് റവയില്ല അതും കൂടി പരട്ടിയിട്ട് നല്ല പങ്ങ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തെങ്കിൽ നമ്മൾ സൊറോട്ട റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ വറുത്ത് കോരിയിട്ട് ഷുഗർ പൗഡർ ഇട്ടിട്ട് പേക്കാക്കലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് വലിയ പണിയൊന്നുമില്ല. അടിപൊളി അപ്പം കൂടിയാണ്. കാസർഗോട്ടാളെ സൊറോട്ട എന്ന് പറയും. കാസർഗോട്ടാളെ പെരുന്നാളപ്പം കൂടിയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാത്തത്. നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ അറിയണമെങ്കിൽ എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ ഓരോന്നോരോന്നേ ഞാൻ വെയിറ്റിംഗ് മെഷീനിൽ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. 250 ഗ്രാമിൻ്റെ പേക്കാണ് കേട്ടോ ഇത്. അപ്പം ഒരു കിലോന് പാക്കറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ വെക്കുന്നുള്ളത്. പിന്നെയും പാക്കറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കൊടുത്തു വിടാനുള്ളതുകൊണ്ട് പെട്ടെന്നൊന്ന് പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കലാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി ചെക്ക് ചെയ്തെങ്കിൽ എല്ലാ അപ്പത്തിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് അതിൽ കാണുന്നതായിരിക്കും. അപ്പോൾ എന്താ പാക്കിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.